നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ ജയിലിൽ നിന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയെ ഓടിച്ചിട്ട് വെട്ടുകയാണ്. ഒരിക്കൽ പറഞ്ഞതിന് മറുപടി തരാതെ മുങ്ങി നടക്കുന്ന നരേന്ദ്രമോദിയെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ് കെജ്രിവാൾ. 2025 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിച്ച ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന തന്റെ മുൻവാദം ലക്നൌവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കില്ലെന്നും അതേ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. 2025 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി മോദിക്ക് 75 വയസ്സ് തികയും. അമിത്ഷായെ തന്റെ പിൻഗാമിയാക്കാനും 2025 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രിയാക്കാനും മോദി തീരുമാനിച്ചിട്ടുണ്ട്. 75 വയസ്സിന് ശേഷം താൻ വിരമിക്കില്ലെന്ന് പ്രധാനമന്ത്രി മോദി ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം മൗനം ഭജിക്കുന്നതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണെന്നും AAP നേതാവ് പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയാണ് BJPയിൽ ഈ നിയമം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നിയമം പാലിക്കുമെന്ന് എനിക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട് എന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിലായിരുന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് മെയ് 10 സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂൺ 2 കെജ്രിവാളിനോട് കീഴടങ്ങാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലുള്ള പരമാവധി സമയം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിന്റെ തിരക്കിലാണ് കെജ്രിവാൾ UPയിലെത്തിയത്. മോദിയുടെ വിരമിക്കൽ പ്രായം ചൂണ്ടിക്കാട്ടിയ പ്രസ്താവന വന്നതിന് തൊട്ടു പിറകെ അമിത്ഷായും മറ്റ് നിരവധി BJP നേതാക്കളും പ്രധാനമന്ത്രി മോദിയുടെ 75-ാം വയസ്സിൽ വിരമിക്കുമെന്ന കെജ്രിവാളിന്റെ അവകാശവാദം നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. മോദി മുഴുവൻ സമയവും പ്രധാനമന്ത്രിയായി തുടരുമെന്ന് ഷാ പറഞ്ഞു. BJPയുടെ ഭരണഘടനയിൽ വിരമിക്കൽ പ്രായം പരാമർശിച്ചിട്ടില്ല. 2025 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി മോദിക്ക് 75 വയസ്സ് തികയും. എന്നാൽ മോദി വിരമിക്കില്ല എന്ന് ഷായും മറ്റ് നേതാക്കളും പറഞ്ഞെങ്കിലും പ്രസ്താവന വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതിനെക്കുറിച്ച് ആദ്യം പറയേണ്ട മോദി ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. BJPയെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട വിരമിക്കൽ പ്രസ്താവനയിൽ പരാമർശിക്കപ്പെട്ട യോഗി ആദിത്യനാഥും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. യോഗിയെ ഉടൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് തഴയുമെന്നും മൂക്ക് ചെത്തി മൂലക്കിരുത്തുമെന്നുമൊക്കെ കെജ്രിവാൾ പറഞ്ഞിട്ടും അതൊന്നും കേട്ടില്ലെന്ന മട്ടിലാണ് യോഗി തുടരുന്നത്. വിരമിക്കലിന്റെ വിഷയം ഉയർത്തുമ്പോൾ മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാവും എന്നാണോ ഉദ്ദേശിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 220 സീറ്റിൽ താഴെ മാത്രമേ ലഭിക്കൂ എന്നാണ് ട്രെൻഡുകൾ കാണിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഹരിയാന, ഡൽഹി, പഞ്ചാബ്, കർണാടക, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, UP, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അവരുടെ സീറ്റുകൾ കുറയുമെന്ന് അവകാശപ്പെട്ട കെജ്രിവാൾ BJP സർക്കാർ രൂപീകരിക്കാൻ പോകുന്നില്ലെന്നും ഇന്ത്യ ബ്ലോക്കാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നതെന്നും വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ 41 സീറ്റുകളിലേക്കാണ് ബാക്കി 3 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 14 സീറ്റുകളിൽ മെയ് 20, 25 തീയതികളിൽ 5-ാമത്തെയും 6-ാമത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ശേഷിക്കുന്ന 13 സീറ്റുകളിൽ ജൂൺ 1 അവസാന ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. 80 അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് പരമാവധി സീറ്റ് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ സഖ്യം പട നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ഹാട്രിക് ഭരണം തേടുന്ന BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ നേടും എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഇന്ത്യ ബ്ലോക്കിന്റെ ബാനറിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരണസഖ്യത്തിന് വൻ വെല്ലുവിളി ഉയർത്തി മുന്നേറുമ്പോൾ UPയിൽ കാര്യങ്ങൾ മാറിമറിയുമോ എന്ന് കാത്തിരുന്നു കാണാം.